നുറുങ്ങറിവുകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെമ്പരത്തിയെക്കുറിച്ചാണ്. സമശീതോഷ്ണ മേഖലകളിൽ കാണുന്ന ഒരു കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ് ചെമ്പരത്തി. ചെമ്പരത്തിയുടെ ശാസ്ത്രീയ നാമം ഹിബിസ്കസ് റോസ സിനേൻസിസ് എന്നാണ്. നിത്യപുഷ്പിണിയായതിനാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചെമ്പരത്തിയെ അലങ്കാര സസ്യമായി നട്ടുവളർത്താറുണ്ട്. വിവിധങ്ങളായ നിറങ്ങളോടുകൂടിയ പൂക്കളും സങ്കര ഇനം സസ്യങ്ങളും ചെമ്പരത്തിയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ചെമ്പരത്തിയുടെ പൂക്കൾക്ക് എടുത്തു പറയത്തക്ക വിധത്തിലുള്ള സുഗന്ധമില്ല എന്നതാണ് ഏറ്റവും പ്രധാന പ്രത്യേകത. ചുവപ്പ്, കടുംചുവപ്പ്, വെള്ള, മഞ്ഞ, ഓറഞ്ച്, പിങ്ക് തുടങ്ങിയ വിവിധ നിറഭേദങ്ങളോടുകൂടെ ഒറ്റയായും ഇരട്ടയായുമായ പൂക്കളും ചെമ്പരത്തിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇതളുകൾ ചെറിയ രീതിയിൽ കീറിയെടുത്തതുപോലെയുള്ള പൂക്കളോടുകൂടിയവയും ചെമ്പരത്തിയിൽ കാണാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ പരാഗണത്തെപ്പറ്റി വിശദീകരിക്കുന്ന പാഠങ്ങളിൽ ചെമ്പരത്തിയാണ് കൂടുതലായി പരിഗണിച്ച് കാണുന്നത്. ന്യൂസിലാൻഡിലെ കൂക്ക് ഐലൻഡുകൾ, ഇന്തോനേഷ്യയിലെ സോളമൻ ഐലൻഡുകൾ തുടങ്ങിയ ധാരാളം രാജ്യങ്ങളുടെ തപാൽ മുദ്രകളിൽ വിവിധതരം ചെമ്പരത്തിയുടെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു. ശംഖുപുഷ്പത്തിലെ പൂവ് ഉപയോഗിച്ച് ടീ ഉണ്ടാക്കുന്നത് പോലെ ചെമ്പരത്തിയുടെ പൂവ് ഉപയോഗിച്ചും ടീ ഉണ്ടാക്കാറുണ്ട്. ഇതിനെ ചെമ്പരത്തി ചായ അല്ലെങ്കിൽ ഹിബിസ്കസ് ടീ എന്ന പേരിൽ അറിയപ്പെടുന്നു. പൂവ് ഉണക്കിയും അല്ലാതെയും ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. 5-6 ചെമ്പരത്തി പൂവെടുത്ത് വെള്ളം തിളപ്പിച്ച് അരിച്ചെടുത്ത് ഉപയോഗിക്കുക. ചുവന്ന നിറത്തിൽ ചെമ്പരത്തി ചായ റെഡിയായി വരുന്നത് കാണാം. കുറച്ച് ഏലക്കായും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്താൽ ടേസ്റ്റിൽ കുറച്ചുകൂടെ മാറ്റം വരും. രക്തക്കുറവിനും ഹൃദയരോഗങ്ങളുടെ ശമനത്തിനും ഏറ്റവും നല്ലൊരു പാനീയമായി ഇത് ഉപയോഗിക്കാം. ഉണക്കിയ ചെമ്പരത്തിപ്പൂവ് ചൂടുവെള്ളത്തിലിട്ട് കഴിച്ചാൽ ലോ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും പച്ചവെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെച്ച് കുടിച്ചാൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും ശമനം കിട്ടുമെന്നതിനാൽ അറബി നാടുകളിൽ ഇതിൻ്റെ ഉപയോഗം കൂടുതലാണ്. ടൊമാറ്റോയ്ക്ക് പകരം ചെമ്പരത്തിപ്പൂവ് ഉപയോഗിച്ച് രസമുണ്ടാക്കുന്നതും ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ചെമ്പരത്തിയുടെ ഇലയും പൂവും ചതച്ചുണ്ടാക്കുന്ന ചെമ്പരത്തി താളി കേശ സംരക്ഷണത്തിന് ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നു. ചുവന്ന ചെമ്പരത്തിയുടെ ഇല, പൂക്കൾ, പൂമൊട്ട് ഇവയോടൊപ്പം കേശവർദ്ധിനി, കയ്യോന്നി, ഉലുവ, ചെറിയ ഉള്ളി, നാടൻ നെല്ലിക്ക, മൈലാഞ്ചി, തുളസി, കരിഞ്ജീരകം, പൂവാംകുരുന്ന്, കീഴാർനെല്ലി, വേപ്പില ഇവ സമം ചേർത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഹെയർ ഓയിൽ തയ്യാറാക്കി തലയിൽ തേച്ച് കുളിക്കുന്നത് മുടികൊഴിച്ചിലും തലയിലെ താരന് മാറി തലമുടി സമൃദ്ധമായി വളരുന്നതിന് സഹായിക്കുന്നു. ഹിന്ദുമത വിശ്വാസികൾ ഇതിൻ്റെ പൂക്കൾ മാല കോർത്ത് പൂജകൾക്ക് വേണ്ടി സമർപ്പിക്കാറുണ്ട്. ചെമ്പരത്തിയുടെ ശിഖരങ്ങൾ മുറിച്ചു നട്ടാണ് ഇതിൻ്റെ വംശവർധന നടത്തുന്നത്. ചെമ്പരത്തിയുടെ ഇലയും പൂവും വേരും ഔഷധയോഗ്യമായി ഉപയോഗിക്കുന്നു. കഫത്തിനും മുടികൊഴിച്ചിലിനും ഉഷ്ണരോഗങ്ങൾക്കും പ്രതിവിധിയായി ചെമ്പരത്തി ഉപയോഗിക്കുന്നു. രക്തസമ്മർദ്ദം, അമിത ശരീരഭാരം എന്നിവ നിയന്ത്രിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചെമ്പരത്തി നിർണായകമായ പങ്ക് വഹിക്കുന്നു. ചെമ്പരത്തിയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചുമുള്ള ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു പ്രയോജനകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.